എങ്ങനെയായിരുന്നു ഈ സീരിയലിലോട്ടുള്ള എൻട്രി ഒക്കെ എങ്ങനെയായിരുന്നു? ഡാൻസിൽ തന്നെയാണ്. ഞാൻ കലാതിലകമായിരുന്നു. കലാതിലകം പ്രതിഭ നിർത്തിയ വർഷം ഞാൻ കലാതിലകമായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. അതുവഴി അഭിനയത്തിലോട്ട് വന്നത്. ഫസ്റ്റ് ആരായിരുന്നു അങ്ങനെ ഒരു അഭിനയിക്കോ എന്നുള്ളത് ചോദിക്കുന്നത്? എൻ്റെ പ്രിൻസിപ്പളായിരുന്നു. ഞാൻ 7th പഠിക്കുമ്പോൾ ആദ്യമായിട്ടൊരു ഫിലിം അഭിനയിക്കാൻ ഫസ്റ്റ് ഞാൻ അതാ ചെയ്തത്. അപ്പോൾ അന്ന് കലാപ്രതിഭയായിരുന്നു സബ് ജില്ല. അന്ന് ഇതേപോലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ എൻ്റെ എച്ച്.എം പറഞ്ഞിട്ടാണ് പോയി അഭിനയിച്ചത്. ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ആ കാലഘട്ടത്തിൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ സിനിമയിൽ അങ്ങനെ സീരിയൽസ് ലാസ്റ്റ് നമ്മുടെ ഫോറൻസിക് അഭിനയം ചെറിയൊരു ക്യാരക്ടർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ രണ്ടും കുറച്ച് ഡിഫറെൻ്റ് ഉള്ള ഒരു, ഒന്ന് മിനി സ്ക്രീനും ഒന്ന് ബിഗ് സ്ക്രീനും ആണ്. അപ്പോൾ ആ രണ്ടിൻ്റെ അഭിനയിച്ചതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? കുറച്ചും കൂടെ നമുക്ക് ടൈം കിട്ടും. ഇപ്പം സീരിയൽസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു 2 എപ്പിസോഡ് 3 എപ്പിസോഡൊക്കെ ഒരു ദിവസം എടുത്തു എന്ന് വരും. അപ്പം നമുക്ക് പടപടേന്ന് പറഞ്ഞിട്ട് ഡ്രസ് ചേഞ്ചസ്, ഇപ്പം ചിലപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുക പോലും ഇല്ല. നമുക്ക് സ്പോട്ടിലെത്തുമ്പോഴാണ് ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങളാന്ന് പറഞ്ഞിട്ട് തരാം. അതാണ് അതിൻ്റെ ഒരു ഇത്. സിനിമ എന്ന് പറയുമ്പോൾ ഒരു സീനോ 2 സീനോ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ടൈം എടുത്ത് ഇതാണ് ക്യാരക്ടർ, ഇതാണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കി അഭിനയിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അവിടെ. ഒരു അഭിനേത്രി എന്നുള്ള നിലയ്ക്ക് മീൻസ് ചിലത് സീരിയലിൽ കൂടുതൽ അഭിനയം കൊടുക്കണം, ഐ മീൻസ് മിനി സ്ക്രീൻ ആയതുകൊണ്ട് ആളുകൾക്ക് കുറച്ചുകൂടെ ഓവറായിട്ട് ചെയ്യണം. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇല്ല, അത് ഞാൻ ഓൾറെഡി സീരിയൽ ആർട്ടിസ്റ്റിനെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കും പണ്ട് ഈ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. ഇപ്പൊ ആരും അങ്ങനെ ചെയ്യാറില്ല. നമുക്ക് ഇപ്പം നമ്മുടെ എപ്പിസോഡ്സ് വലിച്ചു നീട്ടുക എന്നുള്ളൊരിതിൽ റിയാക്ഷൻസ്, ഓരോ ക്യാരക്ടേഴ്സിന്റെ റിയാക്ഷൻസ് എടുത്തിട്ട് സെപ്പറേറ്റ് എടുക്കുമ്പോഴത്തേക്കും അത് ഇച്ചിരി ഓവറായിട്ട് കൊടുത്താൽ ഇപ്പം നമ്മൾ തന്നെ ഒരു ക്ലോസ് എടുക്കും, അത് ഇച്ചിരി ഓവറായിട്ട് അതിൽ വിത്ത് മ്യൂസിക് ഒക്കെ വരുമ്പോൾ കുറച്ച് ലെങ്ത് കിട്ടും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എന്തോ ഭാഗ്യം എനിക്ക് കിട്ടിയ ഡയറക്ടേഴ്സ് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല, ഉള്ളത് മതി, ഓവറാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതലാക്കണ്ട, ഉള്ളത് അഭിനയിച്ചാൽ മതി എന്ന് പറയും. ഓക്കെ, വേറെ ഒരു കാര്യം, വിജയുടെ ഒരു പടം റിജക്ട് ചെയ്തെന്നൊക്കെ ഞാൻ കേട്ടു. സത്യം പറഞ്ഞാല് ഞാനൊരു 10th +1 ആ ടൈമിലായിരുന്നു മൂവി കിട്ടിയത്. വലിയ കാര്യത്തിൽ അഭിനയിക്കാൻ പോയി, നല്ലൊരു ക്യാരക്ടറായിരുന്നു. അവിടെ ചെന്നപ്പം എനിക്ക് ഈ മലയാളം ഡയലോഗ് പോലും നേരെ ചൊവ്വേ വരില്ല. തമിഴ് എന്ന് പറഞ്ഞ ഭാഷയെ അറിഞ്ഞൂടെ എനിക്ക്. അവര് ഒരുപാട് എന്നെ നോക്കി ഡയലോഗ് പറഞ്ഞു തന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ എനിക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ സൈഡൊക്കെ നിന്നിട്ട് വന്നു. അത് ചെയ്തില്ല പിന്നീട്? അല്ല, ഞാൻ ചെയ്തു ചെറിയ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട്. കാരണം ഡയലോഗ്സ് ഒന്നും പറയാൻ പറ്റില്ല, എനിക്ക് അറിയില്ല പറയാൻ വേണ്ടിയിട്ട്. ആ ഭാഷ എനിക്കറിയില്ല ഒന്നാമത്തെ. രണ്ടാമത് ഡയലോഗ് പറയാന്ന് പറയുമ്പോൾ പോലും എനിക്ക് അഭിനയിക്കാനുള്ള ഇത് പോലും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് വന്നു. അതിനുശേഷം പിന്നീട് ഏതെങ്കിലും തമിഴ് സിനിമകൾ? ഞാൻ തമിഴ് സീരിയൽ ചെയ്തു സൺ ടിവിയിൽ. നന്നായിട്ട് തമിഴ് അറിയാം. ഞാൻ പഠിച്ചു വെച്ചാൽ തമിഴ് സീരിയൽസ് ചെയ്തു വരുമ്പോൾ നമുക്കറിയാലോ എന്തായാലും പഠിച്ചേ പറ്റൂ. പിന്നെ 2-3 വർഷം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ഫ്ലൂവൻ്റ് ആയിട്ട് തമിഴ് സംസാരിക്കാൻ പഠിച്ചു. ഓക്കെ, അപ്പോൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ആരും വിളിക്കുന്നുമില്ല. നോട്ട് ദ പോയിന്റ്, എല്ലാവരും വിളിച്ചേക്കെ തമിഴൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇല്ല, ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ BA ഭരതനാട്യം എടുത്തത്. അപ്പം അവിടെയും തമിഴ്, എൻ്റെ സുഹൃത്തുക്കളൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ളതായിരുന്നു. കോയമ്പത്തൂരാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ നമുക്ക് കുറച്ചുകൂടി യൂസ്ഡ് ആവും. പിന്നെ തമിഴിൽ കൂടുതൽ സോങ്സും കാര്യം ഭരതനാട്യത്തിൽ തമിഴായിരുന്നു ലാംഗ്വേജ്. അപ്പം അങ്ങനെ അത് പഠിച്ചു, അർത്ഥങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഫ്ലുവൻ്റ് ആയിട്ട് പഠിച്ചു. ഓക്കെ, പിന്നെ എന്തായാലും തമിഴ് പടങ്ങളിന് കിട്ടട്ടെ. കാസർഗോഡാണ്, പക്ഷെ ആ ഒരു സ്ലാങ് ഇല്ല. നന്നായിട്ട് കാസർഗോഡ് ലാംഗ്വേജ് വരും. ഓക്കെ, എന്നാ നമുക്ക് വേണ്ടിയിട്ട് കാസർഗോഡ് സ്ലാങ്ങിലൊന്ന് കേൾക്കാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞേക്കാം. ഈ ചോദിച്ചാ അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്ത് ചോദിക്കും? അല്ല, ഇനി നോക്കട്ടെ, ഞാൻ പറയാൻ പറ്റുമോ? കാരണം അച്ഛൻ പത്തനംതിട്ടക്കാരനാണ്, അമ്മയും പത്തനംതിട്ടക്കാരിയാണ്. അവര് വീട്ടിൽ സംസാരിക്കുന്നത് ആ ഒരു സ്ലാങ്ങാ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സുഹൃത്തുക്കളൊക്കെ എനിക്ക് കാസർഗോഡ് സ്ലാങ് തന്നെയായിരുന്നു വരുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാം നമ്മുടെ സ്ലാങ് മാറുമല്ലോ, അങ്ങനെ അത് മാറി. ആ സമയത്തൊക്കെ ഡബ് ചെയ്തിരുന്നത് തന്നെ? ഞാൻ അധികം പ്രൊജക്ട് ഡബ് ചെയ്തിട്ടില്ല. ഞാൻ ആകെ 1-2 പ്രൊജക്ട് ഡബ് ചെയ്തിട്ടുള്ളൂ. അത് കോമഡി ക്യാരക്ടേഴ്സ് ആകുമ്പോൾ എൻ്റെ ഈ സൗണ്ട് ഭയങ്കര ആപ്റ്റാണ്. അതുകൊണ്ട് അങ്ങനെ 2 കോമഡി സീരിയൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ZTV-ലും ഒന്ന് മഴവില്ലും. അപ്പം അതിന് 2 ഞാൻ ഡബ് ചെയ്തു. പിന്നെ കോമഡി ചെയ്തതിന് ഓൺ സൗണ്ട് ആയിരുന്നു, സിംഗ് സൗണ്ട്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഞാൻ നല്ലോണം ബിസിയം പറയാം, എനിക്ക് തിരിഞ്ഞില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ബിസിയോ പറയാം, സംസാരിക്കാം.
ബിസിയോ? നിങ്ങൾക്ക് തിരിഞ്ഞില്ലെങ്കിൽ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് എന്നാലും മനസ്സിലായി. ബിസിയോ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ട് തന്നെ ഇല്ല. ബിസിയും പറയാൻ കേട്ടിട്ടാ നിങ്ങള്? ഇല്ല ഇല്ല. അപ്പൊ ഇപ്പൊ കേട്ടിനല്ല, ഇപ്പൊ തിരിഞ്ഞല്ല. ഇപ്പൊ കേട്ടിന്. ഓക്കെ, ഇനിയിപ്പോ വരാതിരിക്കുന്ന പുതിയ ഏതെങ്കിലും പ്രൊജക്ട്സ് ഏതൊക്കെയാണ്? അങ്ങനെയൊന്നും ഞാൻ എടുത്തിട്ടാ ഇതുവരെ. ഡിസംബറിലെല്ലാം ആകുമ്പോൾ പുതിയ പ്രോജക്റ്റ് വരുമെന്ന് പറഞ്ഞിന്, എടുക്കും. നല്ല രസമുണ്ട് കേട്ടോ. കാസർഗോഡ് പക്ഷെ ഓപ്പോസിറ്റ് ഒരു കാസർഗോഡുകാരൻ ആണെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് സംസാരിക്കാൻ കാസർഗോഡ് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കും പേഴ്സണലി അല്ല, കാസർഗോഡ് ഫ്രണ്ട്സ് വിളിച്ചാലൊക്കെ കാസർഗോഡ് ഇങ്ങനെ സംസാരിക്കാം. പക്ഷെ നമ്മളിപ്പോ ഇന്റർവ്യൂസിലാണെന്നുണ്ടെങ്കിലും കേൾക്കുന്നില്ലല്ലോ. പിന്നെ എന്തായാലും കാസർഗോഡ് സ്ലാങ് ഉള്ള എന്തെങ്കിലും ഒരു ക്യാരക്ടർ എന്തായാലും ചെയ്യണോ? ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതിലായിരുന്നു അത്? സൂര്യ ടിവിയിലായിരുന്നു. സൂര്യ ഒരു കോമഡി സാധനം. അപ്പം ഹസ്ബൻഡ് ട്രിവാൻഡ്രം കാരണം വൈഫ് കാസർഗോഡുകാരി, അങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല രസം. ആ രണ്ടും ഭയങ്കര കോമഡിയാ. ഏതെങ്കിലും ഒക്കെ ക്യാരക്ടേഴ്സ് ഇപ്പൊ ഒരു ടൈമിൽ ഫുള്ള് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണല്ലോ ചെയ്തിരുന്നത്. അപ്പോൾ ചില ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമ നടികളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളായിരുന്നു അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ നടിയെ പോലെയുള്ള ക്യാരക്ടേഴ്സ് ആ ക്യാരക്ടറിൽ ഇപ്പൊ എനിക്കൊക്കെ പേഴ്സണലി ചില പടങ്ങൾ ആ പടത്തിലൊക്കെ നമ്മളൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല. എങ്ങനെയാണ് അപ്പൊ ഇതിന് ഈ ഒരു ആക്ടിങ് സ്കിൽസ് ഒക്കെ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നതും? നോർമലി ഓരോ വർക്ക് തന്നെയാണോ ഇമ്പ്രൂവ് ചെയ്യുന്നത്? ഒരു വർക്ക് കഴിയുമ്പോഴും പിന്നെ ചില ഡയറക്ടേഴ്സിൻ്റെ കൂടെ നമ്മൾ ഇപ്പം കെ രാജു സാറ്, ഞാൻ തന്നെ എന്നെ വിലയിരുത്തുമ്പോൾ സാറിൻ്റെ വർക്ക് ചെയ്യുന്നത് വരെയും അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ അഭിനയിക്കുന്നതിൽ കുറേ മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡയലോഗ് അതാണ് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്തൊരു സീരിയൽ. ഞാൻ അതുവരെ ഡബ് ചെയ്തിട്ടില്ല. അതുവരെ ഞാൻ ഡയലോഗ് പറയാൻ വിഷമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ ഡബ് ചെയ്യാനൊക്കെ? ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. കാരണം കാസർഗോഡ് സ്ലാങ്ങിന് വേറൊരു പ്രശ്നമുണ്ട്, ഭയങ്കര സ്പീഡാ. ഞാൻ സംസാരിക്കുന്നതും ഇപ്പോഴും സ്പീഡാന്ന് വിചാരിക്കും. ഭയങ്കര സട്ടിലായിട്ട് സംസാരിക്കുന്ന പോലെ. കാരണം ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ ഞാൻ കിടന്ന് സ്ട്രഗിൾ ചെയ്യും. കാരണം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചേ പറയുള്ളൂ, ഇത്രയും കുറച്ചേ ഉണ്ടാവുള്ളൂ. അതല്ല, സംസാരിക്കുന്നത് സ്പീഡാ. നമ്മൾ ഡയലോഗ് ഡെലിവറി ചെയ്യുന്നത് ഭയങ്കര സ്പീഡായിരുന്നു. അത് ഞാൻ ഡബ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവും, ഞാൻ ഇത്രയും സ്പീഡായിട്ടാണ് ഡബ് ചെയ്യുന്നത്. ഞാൻ പറയുന്ന ഡയലോഗ് എനിക്ക് പോലും ഡബ് ചെയ്യാൻ പറ്റുന്നില്ല ആ സമയത്ത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയലോഗ് ഡെലിവറി ചെയ്യുന്നത് ഇത്രയും കുറച്ച് പല്ലേ ആക്കണം, അല്ലെങ്കിൽ ഇവിടെ പോസ് ചെയ്താൽ നന്നായിരിക്കും, ഇത് ഇമോഷൻസിൽ ഇത്രയും പറഞ്ഞാൽ നന്നായിരിക്കും, പഠിച്ചത് അവിടെ നിന്ന്. അപ്പം അത് കഴിഞ്ഞിട്ട് ഉള്ള ക്യാരക്ടേഴ്സ് ഞാൻ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങി. അതുവരെ ഞാൻ കോമഡി സീരിയൽസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ZTVയിൽ കോമഡി സീരിയൽ ചെയ്തപ്പോഴാണ് നമ്മൾ സാധാരണ ഒരു ഡയലോഗ് ഡെലിവറി പറയണ പോലെയല്ല കോമഡി പറയേണ്ടത്. ചില സ്ഥലങ്ങളിൽ നമ്മൾ പ്ലെയിനായി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇമോഷൻസും ഉണ്ടാവില്ല, ആർക്കും ചിരിക്കാൻ പോലും തോന്നൂല. വർക്ക് ചെയ്യാൻ കുറച്ച് പാടാം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. അങ്ങനെ ഓരോ വർക്ക് ചെയ്യുന്തോറും പഠിച്ചു വരും.